ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ആ ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തുക. ബെൽ ബട്ടണും കൂടെ മാത്രം അമർത്തിയാൽ പോരാ, അതിൻ്റെ കൂടെ ആ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മുടി എന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കണേന്ന്, അല്ലേ? അതെ, ഞാനൊരു ഭയങ്കരമായ ഒരു പ്രശ്നത്തിലാണ്. അതായത് എൻ്റെ മുടി നീളം വെക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ചുരുണ്ടി 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 ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ബോർ ലുക്കാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോയുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞല്ലോ, അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം മുടി ചുരുണ്ട് ഇരിക്കുന്നത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്താലോ എന്നിങ്ങനെ ഒരു ആലോചന. അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ ഉടക്കി. അപ്പോൾ ആ വീഡിയോ പ്രകാരം നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് അതിൻ്റെ അകത്ത് കണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെമിക്കൽസോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായിട്ട് തന്നെയാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ ചുമ്മാ പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. ഇത് നിങ്ങൾ പരീക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ അല്ലെങ്കിൽ അവസാനം എന്താ ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പം അത് എന്താകും എന്ന് എനിക്കും ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടും വൈകിക്കണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ആ വീഡിയോ എനിക്ക് നല്ല ഒരുപാട് ലൈക്കൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പരീക്ഷിക്കാമെന്ന് കരുതുന്നത്. അപ്പം ആ വീഡിയോ ട്രൂത്ത് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പം അത് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇത് പാരച്യൂട്ടിൻ്റെ എണ്ണയാണ്, ഇത് ആയുർവേദിക് ഓയിലാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കൊരു തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. പിന്നെ ഒരു നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ നമുക്ക് പൊട്ടിക്കണം. തേങ്ങ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തോട് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തെ സാധനം മാത്രം നമുക്ക് മതി. അപ്പോൾ ഇതിൻ്റെ അകത്തെ സാധനം നമുക്ക് കണ്ടിച്ചെടുക്കാം. കണ്ടിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ അകത്തെ സാധനം ഇനി കണ്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്തെ സാധനം എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളറിൽ ആ സാധനം നമ്മൾ ചെത്തിക്കളയണം. ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം മതി നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഇത് ഫുള്ള് ആ ബ്രൗൺ പോർഷൻ ഫുള്ള് ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഈ വൈറ്റ് പോർഷൻ ശരിക്കും നന്നായിട്ട് കഴുകണം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇത് മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം വലിയ പീസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെറിയ പീസസാക്കി മാറ്റണം. എന്നിട്ട് വേണം മിക്സിക്കകത്തോട്ട് ഇടാനായിട്ടും. അങ്ങനെ മിക്സിയിലിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ആദ്യം ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്യാനായിട്ടും വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്നിട്ട് വലിയ പീസസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അത്യാവശ്യം ഒരു ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ശരിക്കും അത് സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നമുക്കത് ഗ്രൈൻഡ് ചെയ്യാനും എളുപ്പമാകും.
അപ്പോൾ ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു വെള്ള തുണി, എന്തെങ്കിലും ഒരു നല്ല തുണി വെച്ചിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു തോർത്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തുണി വേണേലും എടുക്കാം, അല്ലെങ്കിൽ അരിപ്പയാണെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്നത് തുണിയിലെടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. നിങ്ങളുടെ ഇഷ്ടം. അരിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കിഴി പോലെ ആക്കിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് പിഴിഞ്ഞെടുക്കണം. അതിന് ഫുള്ള് നമ്മളെക്കൊണ്ട് മാക്സിമം നമുക്ക് എത്രത്തോളം ഇതിൻ്റെ അകത്ത് നിന്ന് തേങ്ങാപ്പാൽ ഊറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. പിന്നെ അതിന് മാക്സിമം നമ്മുടെ ആവശ്യം നമ്മുടെയാണ്. അപ്പം തേങ്ങയെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്തോളം മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് നാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുള്ള് നാരങ്ങയാണ് എടുക്കുന്നത്. നാരങ്ങ ഫുള്ള് നമ്മളൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്ക്യൂസർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെള്ളം കൂടി അതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ ചേർക്കാം. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരിത്തിരി വെള്ളം കൂടി ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. അപ്പം ഞാനിവിടെ 2-2.5 സ്പൂണോളം എടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്തോരം നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് എന്താ പറയുക, ഒരു ഇച്ചിരി കട്ടിയാക്കുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിക്കുക. നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് കോൺസെൻട്രേഷൻ ഇവിടെ ആയിരിക്കണം. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോയേക്കരുത്. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇത് അടി പിടിച്ച് ഒരു പരിവാകും. നന്നായിട്ട് ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി, റൗണ്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ്, കോൺഫ്ലോറിൻ്റെയും നാരങ്ങയുടെയും കൂടി ആ മിക്സ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അടി പിടിക്കാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുകയും വേണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഓയിലാണ്. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ബദാം ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ടൊരു നല്ലൊരു കട്ടി ആകുന്ന പരുവം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് മതിയാവും. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് അടി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് ലഭിക്കുന്നത്. ഇതിനി നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ തല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീവി ജടയെല്ലാം കളഞ്ഞ് ഇരിക്കണം. തലയൊക്കെ നന്നായിട്ട് ചീവണം. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈഡ് ടീത്തുള്ള ചീപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മൾ നന്നായിട്ട് ചീവണം. ഇപ്പം വൈഡ് ടീത്തുള്ള ചീപ്പാണെങ്കിൽ നമുക്ക് ചീവാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. മുടി പൊട്ടി പോകുന്ന ചാൻസൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ടിങ്ങനെ 2 സൈഡിലേക്കും വകഞ്ഞിട്ടിട്ട് ചീവുക. അപ്പോൾ നമ്മളിപ്പം മുടി നന്നായിട്ട് ചീവിയിട്ടുണ്ട്. ഞാനിപ്പം റെക്കോർഡ് ചെയ്ത ആ സൗണ്ട് അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാച്ച് ആവാത്തത് പോലെ തോന്നുന്നത്. പിന്നെ ഞാനിവിടെ ഒരു പേപ്പർ എൻ്റെ മടിയിൽ വിരിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ആവാതിരിക്കാനായിട്ടാണ്. പിന്നെ തറയിൽ ഞാൻ ഇതിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ തറയിലൊക്കെ വീണ് ഒരു പരുവാകും. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം.
ഓക്കെ ഗൈസ്, അപ്പം ഇതിപ്പം നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റും അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ് എഫക്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിപ്പം ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു ഹെയറാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് എൻ്റെ ഹെയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ചുരുണ്ടിട്ടായിരുന്നു. ഇപ്പം എന്തായാലും നമുക്ക് ഇപ്പം ജസ്റ്റ് അറ്റം മാത്രമേ ഒന്ന് ചുരുണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസം ഏകദേശമൊക്കെ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കും എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നല്ലൊരു ടിപ്പാണിത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് അത്യാവശ്യം മാനേജബിൾ ആയിട്ടുള്ളൊരു ഹെയർ ആക്കി മാറ്റാൻ പറ്റും. ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടുള്ളതും അല്ലെങ്കിൽ ചുരുണ്ടിട്ടുള്ളതും ഒക്കെ ആണെങ്കിലും നമുക്കിത് പെട്ടെന്ന് മാനേജബിൾ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ തുടങ്ങുകയാണെങ്കിൽ തലേദിവസം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.